അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് ആളുകൾ, ഈ മൊയ്തു മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ, അത് ഒരു വശത്ത്. ഇന്ത്യയിലെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടക്കുകയും ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ആരംഭിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത 1930 ജനുവരി മാസം 26-ാം തീയതി നടന്ന ലാഹോർ കോൺഗ്രസിൽ കേരളത്തിലെ ദേശീയവാദികളുടെ പ്രതിനിധിയായി കേരളത്തിലെ ദേശീയവാദികളുടെ പ്രതിനിധിയായി ലാഹോറിലെത്തിയത് KMCD സാഹിബ് എന്ന് പറയുന്ന വക്കീലായിരുന്നു. നേരത്തെ പറഞ്ഞ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വളർന്ന KMCD സാഹിബ്, അവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ വളർന്ന് ഒരേ രൂപത്തിൽ തന്നെ മുസ്ലിം ഇസ്ലാമിക സമൂഹത്തിൽ വളർന്ന് ഐക്യസംഘത്തിലൂടെ വളർന്നു വന്ന് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിലയുറപ്പിച്ച ആളുകൾ. പിന്നീട് രാഷ്ട്രീയമായ ഭിന്നതകൾ മൂലം KMCD സാഹിബ് മുസ്ലിം ലീഗിന്റെ നേതൃരംഗത്തും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കോൺഗ്രസിന്റെ നേതൃരംഗത്തും തുടർന്നു എന്നത് ചരിത്രം. പക്ഷേ രണ്ടുപേരും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ആളുകൾ. നേരത്തെ പറഞ്ഞ 1921 മലബാർ കലാപത്തിൽ കലാപകാരികളെ പിടിച്ചു നിർത്തുവാനും അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിലുള്ള ദേശീയ ധാരക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും വേണ്ടി ശക്തമായി നിലകൊണ്ട അലി മുസ്ലിയാരെയും അതേപോലെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയും പോലെയുള്ള ആളുകൾ. ഞാൻ ചരിത്രത്തിലെ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുസ്ലിം സമൂഹം, ഇസ്ലാമിക സമൂഹം ഈ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ആവശ്യമായ സമയത്ത്, മരിക്കേണ്ട സമയത്ത് രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, രാജ്യത്തെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മരണം ആവശ്യമുള്ള സമയത്ത് മടിച്ചു നിൽക്കാതെ മരിക്കുവാൻ തയ്യാറായതാണ് മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അത് ചരിത്രപാട്, ഒരു യാഥാർത്ഥ്യപാട്. എന്നാൽ ആ യാഥാർത്ഥ്യം ഇപ്പോൾ പ്രധാനമന്ത്രി അംഗീകരിക്കുമ്പോൾ ആ അംഗീകാരം എന്ത് തന്നെയാകട്ടെ അത് ചരിത്രത്തിനുള്ള അംഗീകാരപാട് എന്ന് അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് വളർന്നു വന്ന ചില പ്രവണതകളുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം പൂർണ്ണമാകണമെങ്കിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും വേറിട്ട് നിർത്തുകയും മുസ്ലിങ്ങളുടെ ഭൗതിക നേതൃത്വത്തിൽ നിന്ന്, ബുദ്ധിപരമായ നേതൃത്വത്തിൽ നിന്ന് മുസ്ലിം ഹിന്ദു സാധാരണക്കാരെ മാറ്റി നിർത്തുകയും ചെയ്യണമെന്ന് മനസ്സിലാക്കിയ അവരാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന്, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന സങ്കല്പത്തിന്, സിദ്ധാന്തത്തിനനുസൃതമായി ചരിത്രമുണ്ടാക്കിയത്, ചരിത്ര വ്യാഖ്യാനമുണ്ടാക്കിയത്. ആ ചരിത്രത്തിലാണ് മുസ്ലിങ്ങൾ അക്രമകാരികളായത്, മുസ്ലിങ്ങൾ അപകടകാരികളായത്. ആ ചരിത്രത്തിലാണ് പുരാതന ഇന്ത്യ വളരെ സുന്ദരമായിരുന്നു എന്നും മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് മുതലാണ് ഇന്ത്യയുടെ നാശം ആരംഭിച്ചത് എന്നും ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഈ ഇന്ത്യ രാജ്യത്തെ ആധുനികവൽക്കരിക്കുകയും ചെയ്യുക എന്ന മഹത്തായ പണി നിർവഹിച്ചത് സാമ്രാജ്യത്വമാണ് എന്നും അത് പോർച്ചുഗീസുകാരിലൂടെ കടന്നു വന്ന് ഡച്ചുകാരിലൂടെ കടന്നുപോയി ബ്രിട്ടീഷുകാരിലെത്തിയപ്പോ ഇന്ത്യ രാജ്യത്തെ മുടിച്ച നശിപ്പിച്ച മുഗളന്മാരുടെ, അടിമവംശക്കാരുടെ, തുഗ്ലക്കുമാരുടെ, ഡൽഹി ഭരണാധികാരികളുടെ എല്ലാം പിടിപ്പുകേടുകളെ ശരിയാക്കുക എന്നുള്ള ചരിത്രപരമായ ദൗത്യമാണ് ബ്രിട്ടീഷുകാർ നിർവഹിച്ചത് എന്നുമുള്ള ചരിത്ര രചനയുണ്ടായത് ഈ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഇതനുസരിച്ച് ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ചരിത്രമുണ്ടായി, ആ ചരിത്ര രചനകളുണ്ടായി. അങ്ങനെയാണ് ഇന്ത്യ ചരിത്രത്തെ ആൻഷ്യന്റ് ഇന്ത്യ എന്നും മിഡീവൽ ഇന്ത്യ എന്നും മോഡേൺ ഇന്ത്യ എന്നുമായി തിരിക്കുകയും ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ, പുരാതന ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളുടെയും ഇന്ത്യയായിരുന്നു എന്നും, മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആഗമനത്തോടു കൂടിയുള്ള ഇന്ത്യയാണ് എന്നും, എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യ രാജ്യത്തുണ്ടായത് അക്കാലഘട്ടത്തിലാണ് എന്നും, പിന്നീട് ആധുനിക ഇന്ത്യ പുതിയ കാലഘട്ടത്തിന്റെ ഇന്ത്യയാണ് എന്നും, അവിടേക്ക് വളർത്തിയത് ഇവിടെ പുറത്തു നിന്ന് വളർന്നു വന്ന യൂറോപ്യന്മാരാണ് എന്നുമുള്ള ധാരണ വളർത്തുന്ന ചരിത്ര പാഠങ്ങൾ ഉണ്ടായത്. ആ ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടായ ചില പ്രസ്ഥാനങ്ങളുണ്ട്. അത്തരം പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് 1925 വിജയദശമി ദിനത്തിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന പ്രസ്ഥാനം, RSS എന്നുള്ള പ്രസ്ഥാനം.
1925 ആ പ്രസ്ഥാനം രൂപമെടുക്കുമ്പോൾ അതിന്റെ മുന്നിലുണ്ടായിരുന്നത് ഇന്ത്യ രാജ്യത്തെ പുനർനിർമ്മിക്കണമെന്ന ചിത്രം തന്നെയാണ്. സാംസ്കാരികമായ പുനർനിർമ്മാണം അഥവാ പൗരാണികമായ ഇന്ത്യയെ പുനർനിർമ്മിക്കണം. AD 737 മുമ്പുള്ള ഇന്ത്യയെ പുനർനിർമ്മിക്കണം. ആ പുനർനിർമ്മിക്കണമെങ്കിൽ AD 738 അങ്ങനെയാണ് ചരിത്രകാരന്മാരുടെ ഭാഷ. യഥാർത്ഥത്തിൽ AD 738 ഇന്ത്യ രാജ്യത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നത്. പക്ഷെ അവർക്ക് പറയാൻ ഇഷ്ടം ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നത് പടയാളികളുടെ രൂപത്തിലായിരുന്നു എന്നാണ്. അപ്പോ ഇസ്ലാം കടന്നു വന്ന ആ ദുഷിച്ച കാലത്തിന് മുൻപുള്ള ഒരു സാമൂഹ്യ ക്രമത്തെ പുനഃസൃഷ്ടിക്കണം. എക്കാലഘട്ടത്തിലെയും രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ഭൗതികാചാര്യനായ മാധവ സദാശിവ ഗോൾവാൾക്കർ എന്ന് പറയുന്ന ഗുരുജി ഗോൾവാൾക്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ത്യയുടെ ഏറ്റവും ശപിക്കപ്പെട്ട ദിവസം ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ ആദ്യമായി കാലെടുത്തു കുത്തിയ ദിവസമായിരുന്നു. ആ ദിവസത്തിന് മുൻപുള്ള ഇന്ത്യയിലേക്കുള്ള തിരിച്ചുപോക്ക്, അതിനാവശ്യം ജർമ്മനിയിൽ നമ്മൾ ജർമ്മനി ചെയ്തതുപോലെയുള്ള പ്രവർത്തനം, ജർമ്മനിയിൽ നാസികൾ ചെയ്തതുപോലെ, ഹിറ്റ്ലർ ചെയ്തതുപോലെയുള്ള പ്രവർത്തനം. അതെന്താണ് ചെയ്തത്? ജൂതന്മാരെ കൂട്ടമായി നശിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. അദ്ദേഹത്തിന്റെ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി പച്ചയായി പറയുന്നത്, ഈ രാജ്യത്ത് ഉള്ള ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അവർ ഒന്നുകിൽ ഈ നാടിന്റെ സംസ്കാരം സ്വീകരിച്ച് ഈ നാട്ടുകാരായി തീരണം, അതല്ലെങ്കിൽ അവരിവിടെ ഒരു അവകാശങ്ങളും ഇല്ലാത്ത അടിമകളായി മാറണമെന്നാണ് വളരെ പച്ചയായി അദ്ദേഹം എഴുതി വെക്കുന്നത്. ഒന്നുകിൽ ഈ സംസ്കാരം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ പറയുന്ന സംസ്കാരം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സംസ്കാരമാണ്. ആ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ സംസ്കാരമല്ല, അവർ പറയുന്ന വർണ്ണാശ്രമ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സവർണ സംസ്കാരമാണ്. ആ സംസ്കാരം സ്വീകരിച്ച് ഒന്നിൽ ജീവിക്കണം, അതല്ലെങ്കിൽ എല്ലാം ഒഴിവാക്കി ഒരു പൗരന്മാരുടെ അവകാശം പോലുമില്ലാതെ അടിമകളായി ജീവിക്കണമെന്ന് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ 1938 പുറത്തിറങ്ങിയ പുസ്തകത്തിൽ ഗോൾവാൾക്കർ എഴുതിയതാണത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ആന്തരിക ശത്രുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് മുസ്ലിങ്ങൾ. എന്താണ്? ഇന്ത്യക്കൊരു സംഭാവനയും നൽകാത്തവർ, ഇന്ത്യയുടെ ശത്രുക്കൾ, ഇന്ത്യയെ തകർക്കാനുള്ളവർ, ഇന്ത്യക്ക് എന്നും ശാപമായിട്ടുള്ളവർ. അദ്ദേഹം തന്റെ തത്വശാസ്ത്രം തുടങ്ങുന്നതിനെ ഇന്ത്യയിലേക്ക് ഇവർ കടന്നു വന്നത് മുതൽക്കാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ നാശം ആരംഭിക്കുന്നത് എന്നാണ്. അദ്ദേഹം 1942 ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്, this sangh had been started not only for combating Muslim aggression but for extirpating that disease എന്നാണ്. ഈ സംഘം ആരംഭിച്ചത് കേവലം മുസ്ലിങ്ങളുടെ അതിക്രമത്തെ തടയാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് മുസ്ലിം രോഗത്തെ തന്നെ ഉന്മൂലനം ചെയ്യാനാണ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചതായിട്ടാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘം അതാണ് പിന്നീട് സംഘശക്തിയായി, സംഘപരിവാറായി, ഒരുപാട് പരിവാരങ്ങളായി, ജനസംഘമായി, BJP ആയി, പലതായി മാറിയത്. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യം ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ ഉണ്ടാകുന്നത്. തീർച്ചയായും ആ തത്വശാസ്ത്രത്തിന്റെ ആളുകൾ ഈ രാഷ്ട്രീയ അവസ്ഥയിൽ ആ ആളുകളുടെ പ്രതിനിധിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നയാൾ വളരെ പച്ചയായി അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്, മുസ്ലിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കും, ഇന്ത്യക്ക് വേണ്ടി മരിക്കുമെന്ന പ്രതീക്ഷ. ഇതൊരു തിരിച്ചറിവാണ് എന്നുള്ള ധാരണ ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ചരിത്രത്തിൽ എപ്പോഴും ഫാഷിസത്തിന് പല രൂപത്തിലുള്ള പരിണാമ ഗുപ്തികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരു ഫാഷിസത്തിന് ഒരിക്കലും സ്ഥായി ഭാവം അനുഭവപ്പെടുവാൻ സാധ്യമല്ല. അധികാരത്തിലെത്തുക എന്നത് ഫാഷിസത്തിന്റെ അടിസ്ഥാനപരമായ തത്വമാണ്. അധികാരത്തിലെത്തുവാൻ അവരുപയോഗിക്കുന്ന മാർഗങ്ങൾ പലതുണ്ടാകും. ആ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, വെറുപ്പിന്റെ തത്വശാസ്ത്രം പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അധികാരത്തിന്റെ ഉമ്മറപ്പടിയിലല്ല,
ഉയർന്ന സ്ഥാനങ്ങളിൽ കയറിയിരിക്കുന്നത് ഇന്നത്തരം ആളുകൾ എന്നുള്ളത് സത്യം. അതിനവർ ഉപയോഗിച്ചതാകട്ടെ ഇന്ത്യ എന്നാൽ ഹിന്ദുക്കളുടേതാണ് എന്നും ഇന്ത്യക്ക് മറ്റാരും ഒരു സംഭാവനയും ചെയ്തിട്ടില്ല എന്നും ഇന്ത്യയെ സ്നേഹിക്കണമെങ്കിൽ ഹിന്ദു സംസ്കാരം സ്വീകരിച്ചാൽ മാത്രമേ കഴിയൂ എന്നും ഇന്ത്യയെ സ്നേഹിക്കണമെങ്കിൽ ഹിന്ദു സംസ്കാരം സ്വീകരിക്കാത്തവർക്ക് ഒരിക്കലും സാധ്യമല്ല എന്നുമുള്ള തത്വമാണ് ഇക്കാലമത്രയും അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, രണ്ടാമത്തെ ഗുജറാത്ത് ഇലക്ഷൻ വിജയത്തിന് ശേഷം 2008 ജ്യോതി പുഞ്ച് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ശ്രീ നരേന്ദ്രമോദി എഴുതിയത്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച വ്യക്തികളിൽ ഒന്നാമത്തേത് വിവേകാനന്ദനും രണ്ടാമത്തേത് ഗുരുജി ഗോൾവാൾക്കറുമാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. ഈ ഗോൾവാൾക്കർ നേരത്തെ എഴുതിയ ഗോൾവാൾക്കർ, ആ ഗോൾവാൾക്കറുടെ സിദ്ധാന്തങ്ങളെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച അദ്ദേഹം എപ്പോ മുതൽ? തന്റെ 8 വയസ്സ് മുതൽ. ശാഖയിൽ അദ്ദേഹം 8ാമത്തെ വയസ്സ് മുതൽ പോകാൻ ആരംഭിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു. അദ്ദേഹം ഒരു ബാല സ്വയം സേവകനായി 8ാമത്തെ വയസ്സിൽ തുടങ്ങിയത് 20ാമത്തെ വയസ്സിൽ മുഴുസമയ പ്രചാരകായി, വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് മുഴുവൻ സമയവും പ്രചാരകനായി സംഘത്തിന്റെ ആശയ പ്രചാരണത്തിന് വേണ്ടി നീക്കിവെച്ച് ഏകദേശം 1/2 നൂറ്റാണ്ട് കാലം സംഘത്തെ തലയിലേറ്റുകയും സംഘത്തിന്റെ ആദർശങ്ങൾ തലയിലേറ്റുകയും ചെയ്ത വ്യക്തി. അദ്ദേഹം പഠിച്ചതും പഠിപ്പിച്ചതുമെല്ലാം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ യാതൊരു സംഭാവനയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ ഇന്ത്യക്ക് ശത്രുവാണ് എന്നതാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയെ സ്നേഹിക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രതീക്ഷ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കും, മുസ്ലിങ്ങൾക്ക് ഇന്ത്യക്ക് വേണ്ടി മരണപ്പെടുമെന്നുള്ള പ്രതീക്ഷ, ഇന്ത്യക്കൊരു ദോഷവും മുസ്ലിങ്ങൾ വരുത്തുകയില്ല എന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷ ഒരു പ്രധാനമന്ത്രിക്ക് പുറപ്പെടുവിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ എന്ന 2 ലക്ഷത്തോളം കൊല്ലത്തെ നാഗരിക സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യത്തിന്റെ കുഞ്ചിക സ്ഥാനത്തിരുന്നു കൊണ്ട്, അതിന്റെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തെ മുഴുവനും തള്ളിപ്പറയാൻ അയാൾ എത്ര വലിയ ഫാഷിസ്റ്റ് ആണെങ്കിലും അയാൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാകണം ഈ രാജ്യത്തെ പ്രബലമായ പൗരന്മാർ എന്നുള്ള നിലക്ക്, പ്രബല ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രത്തെ മുഴുവനും ബലി കഴിച്ചുകൊണ്ട് പ്രകടമായിട്ടെങ്കിലും, തീർച്ചയായും അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയിക്കുന്നവർക്ക് കാപഢ്യമാണ് എന്ന് സംശയിക്കുവാനുള്ള സാധ്യതകൾ മുഴുവനും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, പ്രകടമായിട്ടാണെങ്കിലും അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സംഭാവനയെ അംഗീകരിച്ചിരിക്കുകയാണ്. മുസ്ലിം ഇന്ത്യയെക്കുറിച്ച് പറയാതെ, മുസ്ലിങ്ങൾ ഇന്ത്യക്ക് നൽകിയ സംഭാവനയെക്കുറിച്ച് പറയാതെ, മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തിന് നൽകിയ സ്നേഹത്തെക്കുറിച്ച് പറയാതെ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുത അംഗീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ അംഗീകാരത്തിന് പിന്നിലുള്ള രാഷ്ട്രീയമുണ്ടാകാം. പക്ഷേ നമ്മൾ അറിയേണ്ടത്, ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കുവാൻ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഹിന്ദുത്വ തത്വശാസ്ത്രത്തെ അനുവദിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ തീവ്രവാദവും ഭീകരവാദവും എന്തിന്റെ പേരിൽ കടന്നു വന്നാലും അത് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതാണെങ്കിൽ അതിനനുവദിക്കില്ല എന്ന് എല്ലാവരെയും പോലെ, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ പറയാൻ മുസ്ലിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ്. അതായത് പറയാനുള്ള കാരണം അൽ-ഖായിദയുടെ കടന്നുവരവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണല്ലോ. അൽ-ഖായിദ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുസ്ലിം ഇന്ത്യ ഒരേ ശക്തിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ ഒരു പ്രവേശനത്തിന്റെ യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടല്ല, ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ വിചാരിക്കുന്നത് ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടാണ് എന്ന് ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് പറയുന്നത് ആരെയെങ്കിലും പേടിച്ചത് കൊണ്ടല്ല, മറിച്ച് ഇസ്ലാം അതിനനുവദിക്കാത്തത് കൊണ്ടാണ്. ജനിച്ച് ജീവിച്ചു വളർന്ന് സ്വന്തം നാടിനെ നശിപ്പിക്കുവാൻ, ആ നാടിനെ തകർക്കുവാൻ, ആ നാട്ടിൽ കലാപമുണ്ടാക്കി കുഴപ്പമുണ്ടാക്കി ആ നാട്ടിനെ കുട്ടിച്ചോറാക്കി മാറ്റുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാമിക പ്രബോധനമാണ് മുസ്ലിമിന്റെ ദൗത്യം. ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിക്കലാണ് മുസ്ലിമിന്റെ ദൗത്യം. പീഡിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ പോലും നാട്ടിനെതിരെയുള്ള കലാപങ്ങളെക്കാളെല്ലാം
മുസ്ലിം കാമിക്കുന്നത് ഒരാളെയെങ്കിലും ഇസ്ലാമിക ദഅവത്ത് എത്തിച്ചുകൊണ്ട് ഈ സന്ദേശത്തിലേക്ക് നയിക്കാൻ കഴിയുമെങ്കിൽ അതാണ് മുസ്ലിം ആഗ്രഹിക്കുന്നത്, മുസ്ലിം കാമിക്കുന്നത്, മുസ്ലിം വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ രാജ്യം അത് നശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിന്റെ മാത്രം നാശമല്ല. ഇന്ത്യ രാജ്യം നശിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ 14 നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ വളർത്തിക്കൊണ്ടുവന്ന നാട്, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, മുസ്ലിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ സ്വന്തം ചോര കൊടുത്ത് പ്രതിരോധിച്ച നാട്. ഇന്ത്യ രാജ്യം നശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, പ്രത്യേകിച്ചും മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവർ സമുദ്രത്തിലൂടെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും നൽകി പ്രതിരോധിച്ച നാട്. ആ നാട് കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ആരെ കൊണ്ടും അനുവദിക്കില്ല എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. അതാരുടെയെങ്കിലും മുന്നിലുള്ള അടിയറവല്ല. ഈ നാടിനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പൂർവ്വ പിതാക്കന്മാർ തങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ട് കൊണ്ടുവന്ന നാടിനോടുള്ള സ്നേഹമാണ്. അതോടൊപ്പം തന്നെ ജനിച്ചു വളർന്ന നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനും ഇസ്ലാമിക പ്രബോധനത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ സ്വാതന്ത്ര്യം നിലനിൽക്കണമെന്നും ആ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ ആവശ്യമായ സാമൂഹ്യ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്ന് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നാടിനെ തകർക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമങ്ങളോടും മുസ്ലിങ്ങൾ സഹകരിക്കില്ല എന്നുള്ളത് ചരിത്രത്തിന്റെ പാഠപാട്, മുസ്ലിങ്ങളുടെ ഹൃദയത്തിന്റെ ഉയർന്നു വരുന്ന യാഥാർത്ഥ്യപാട്. പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മതം പഠിച്ച മുസ്ലിങ്ങളുടെ ജീവിതാദർശത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ആദർശപാട്. അതല്ലാതെ ആരുടെയെങ്കിലും അംഗീകാരത്തിൽ നിന്നുണ്ടാകുന്നതല്ല അത്. മറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത്, ഇവിടെ സംഘപരിവാറിന്റെ ആദർശത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് സംഘപരിവാർ ഇക്കാലഘട്ടമത്രയും ഇവിടെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച അടിസ്ഥാന തത്വങ്ങൾ ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയെ സ്നേഹിക്കാൻ കഴിയുമെന്നും മുസ്ലിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുമെന്നും ഇന്ത്യയെ തകർക്കുവാൻ മുസ്ലിങ്ങൾ അനുവദിക്കില്ലെന്നും ആവശ്യമെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മരിക്കുവാനും മുസ്ലിങ്ങൾ സന്നദ്ധമാകുമെന്നും പറയുക വഴി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംഘപരിവാറിന്റെ ആദർശങ്ങളെ അടിസ്ഥാനപരമായി തന്നെ ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ നന്മക്ക് വേണ്ടിയുള്ള മുസ്ലിങ്ങളുടെ പരിശ്രമത്തിനുള്ള അംഗീകാരമാണിത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ 2 ലക്ഷത്തോളം കാലം ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിന്റെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് ആ രാജ്യത്തിന്റെ ചരിത്രത്തോട് തമസ്കരിക്കുവാൻ പൂർണ്ണമായും ഒരു പ്രധാനമന്ത്രിക്ക് കഴിയില്ല. അദ്ദേഹത്തിലെ നരേന്ദ്രമോദി എന്ന സംഘപരിവാർ പ്രവർത്തകൻ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യപാട് അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഇതിനെ സൃഷ്ടിപരമായി നമ്മൾ കാണുക. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ രാജ്യത്തെ തകർക്കുവാനുള്ള ആരാണെങ്കിലും, ഹിന്ദു ഭീകരവാദമാണെങ്കിലും മുസ്ലിം ഭീകരവാദമാണെങ്കിലും അതിനെതിരെ നമ്മൾ സജ്ജമാവുക എന്നും ജനാധിപത്യമെന്നാൽ മാറി വരുന്ന പ്രക്രിയയാണ്. അവിടെ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർവഹിക്കുക. മുസ്ലിങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധമാണ് എന്ന് തിരിച്ചറിവ് ലഭിച്ച സ്ഥിതിക്ക് മുസ്ലിങ്ങളെ അകറ്റി നിർത്തുകയും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മിതിയിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റി നിർത്തുകയും മുസ്ലിങ്ങളെ സംശയിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളുമായി സഹകരിക്കുവാനും മുസ്ലിങ്ങളെ അംഗീകരിക്കുവാനും മുസ്ലിങ്ങളുടെ ആദർശമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ള അവരുടെ അവകാശത്തെ പൂർണ്ണമായി അംഗീകരിക്കുവാനും സന്നദ്ധമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാടിനെ സ്നേഹിക്കുന്നതോടൊപ്പം ഈ ആദർശത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന മഹത്തായ ദൗത്യത്തിൽ പങ്കാളികളായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, വിഷയാവതരണമാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. അതിൻ്റെ തൊട്ടു മുൻപായി ഇന്നലെ നമ്മുടെ വനിതാ സമ്മേളനത്തിൽ അവർ നടത്തിയ ഒരു മത്സരത്തിൻ്റെ ഒരു ചെറിയ സമ്മാന വിതരണം ഇവിടെ ഉണ്ടായിരിക്കും. അത് ഏറ്റുവാങ്ങാനുള്ള ആളുകൾ സ്റ്റേജിൻ്റെ സമീപത്തേക്ക് വരണം. ചോദ്യം ചോദിക്കുന്നതിനായി കോർഡ്ലെസ് മൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും.
ഇതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് നമ്മൾ ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അവിടെ പ്രൊജക്ടറുണ്ട്. അവിടെ നിന്ന് ചോദ്യം ചോദിക്കാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദയവായി ഈ സ്റ്റേജിൻ്റെ ഇടതുഭാഗത്തേക്ക്, സ്റ്റേജിന് സമീപത്തേക്കായി കൊണ്ടുവരണം. ഒരാൾക്ക് ഒരു ചോദ്യവും ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉപചോദ്യവും ആണ് ഒരാൾക്ക് ചോദിക്കാനുണ്ടാവുക, അവസരമുണ്ടാവുക. വേറെ ചോദിക്കാൻ ആളുകൾ ക്യൂവിലുണ്ടെങ്കിൽ അവരുടെ അവസരം കഴിഞ്ഞതിനു ശേഷം മാത്രമേ അയാൾക്ക് വീണ്ടും ചോദിക്കണമെങ്കിൽ അതിന് അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ഒരു രീതി എല്ലാവരും കീപ്പ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി 10:20 വരെയാണ് നമ്മുടെ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. 10:20 നന്ദി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ളവർ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരണം. 3 കോർഡ്ലെസ് മൈക്കുകൾ നിങ്ങൾക്കിടയിലുണ്ട്. ചോദ്യം ചോദിക്കാനുള്ളവർ കൈ ഉയർത്തിയാൽ മൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഇന്നലെ ഇസ്ലാഹി സെന്ററിൽ നടന്ന വനിതാ സംഗമം, അതിൽ നടന്ന ക്വിസ് മത്സരത്തിൽ അതിലെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ഫസ്റ്റ് കിട്ടിയത് സബീറ, സെക്കൻഡ് ഷാഹിന അഹമ്മദ്, തേർഡ് പ്രൈസ് സദന. ഇവര് സമ്മാനം വാങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. സമ്മാന വിതരണം നടത്തുന്നത് ഫസ്റ്റ് പ്രൈസ് ഷബീറക്കുള്ള സമ്മാനം വിതരണം ചെയ്യുന്നത് ഇസ്ലാഹി സെന്റർ വൈസ് പ്രസിഡന്റ് അബ്ബാസ് ചമ്പൻ അവറുകളാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് ഷാഹിന അഹമ്മദ്, അവർക്കുള്ള സമ്മാനം വിതരണം നടത്തുന്നത് ഇസ്ലാഹി സെന്റർ ട്രഷറർ ഷെരീഫ് ബാവ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. തേർഡ് പ്രൈസ് സദന, അവർക്കുള്ള സമ്മാനം ഇസ്ലാഹി സെന്റർ മറ്റൊരു വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് പന്തലൂർ നടത്തുന്നു. ഇനി ചോദ്യോത്തരത്തിനുള്ള അവസരമാണ്. അതിന് മൈക്ക്, കോഡ്ലെസ് മൈക്ക് ഉണ്ട് അവിടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നവാസ്, മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം, നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് പ്രബലമായ 2 മുന്നണികൾ, ഒന്ന് UPAയും NDAയുമാണ്. അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് ഒന്ന് BJP, ഒന്ന് കോൺഗ്രസ്സാണ്. നമുക്കറിയാം ഇപ്പോൾ അക്ബർ സാഹിബ് ഇവിടെ ചരിത്രങ്ങളൊക്കെ വളരെ വിശദമായി വിവരിച്ചു. അതിലൊക്കെ മുസ്ലിങ്ങളുടെ പങ്കും വിവരിച്ചു. നമുക്കറിയാം 2002 ഗുജറാത്ത് ജിനോസിസിൽ, അതായത് വംശത്തിൽ വളരെ വ്യക്തമായി തന്നെ മോഡിക്കുണ്ടായിരുന്ന പങ്കും RSSനുണ്ടായിരുന്ന പങ്കും വളരെ വ്യക്തമാണ്. ആ ബോധ്യത്തോടെ തന്നെയാണ് മോഡിയെയും അല്ലെങ്കിൽ BJPയെയും മുസ്ലിം സമുദായം കാണുന്നത്. പക്ഷേ നമ്മൾ കോൺഗ്രസ്സിൽ എന്ന് പറയുന്ന പ്രസ്ഥാനം അതൊരു മതേതര മുന്നണിയാണ്. ആ പ്രസ്ഥാനത്തിൽ നമുക്ക് എടുത്തു നോക്കിയാൽ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും താങ്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞു. നമുക്കറിയാം 1992 ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടൊരു സംഭവം ഉണ്ടായി. അന്നത്തെ പ്രധാനമന്ത്രിയായ നരസിംഹറാവു, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അന്ന് ആ തകർക്കപ്പെട്ട സമയത്ത് ഒരു മിലിറ്റന്റോ ഒരു സേനയെ പോലും അദ്ദേഹം നിയോഗിച്ചിട്ടില്ല. എന്നിട്ട് മുസ്ലിങ്ങൾ ഇവിടെ വിഡ്ഢികളായിക്കൊണ്ട് 450 വർഷക്കാലം മുസ്ലിങ്ങൾ നിസ്കരിച്ച ഒരു പള്ളി തച്ചുടക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ ഈയിടെയായി കോബ്ര വെളിപ്പെടുത്തല് നമ്മൾ ഒരു പ്രാസ്താവികമായ ചർച്ചയായതുകൊണ്ട് ഞാൻ പറയണേ, വിചിന്തനം എന്ന ലേഖനത്തിൽ അബ്ദുൽ മജീദ് സലാഹി വ്യക്തമായി പറഞ്ഞു. ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ഒരിക്കലും തന്നെ മോഡിക്കോ കോൺഗ്രസിനോ ഒരിക്കലും കൈയൊയ്യാൻ പറ്റില്ല, നരസിംഹറാവുവിനോ കോൺഗ്രസിനോ ഒരിക്കലും തന്നെ കൈയൊയ്യാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് 1992 ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ലിബറാൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരുന്നു. ലിബറാൻ കമ്മീഷൻ റിപ്പോർട്ട് 20 വർഷക്കാലം കഴിഞ്ഞ് 2012 നിൽക്കുമ്പോൾ 2ാം UPA സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വന്നിരുന്നത്. അന്നത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ചിദംബരം പറഞ്ഞു, ഇവരെ ലിബറൽ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച ഓരോ വ്യക്തികളെയും വ്യക്തമായി തന്നെ ഞങ്ങൾ ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ വേണ്ടി ജീവിച്ചിട്ടും അവർക്ക് സേവിച്ചിട്ടും വളരെ വ്യക്തമായി തന്നെ ഇവിടെ നീതി നിഷേധമായി നടക്കുന്നത്. ഇത് ഒന്ന് BJPക്ക് ഉണ്ടായത് തീവ്ര സമീപനം, രണ്ടാമത് കോൺഗ്രസിനുണ്ടായത് മൃദു ഹിന്ദുത്വ സമീപനം. എൻ്റെ അഭിപ്രായത്തിൽ മൃദു ഹിന്ദുത്വ സമീപനമായിരിക്കും ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന സഹോദരൻ നവാസ് ദയവായി ചോദ്യത്തിലേക്ക് വരും. ചോദ്യം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ വിഡ്ഢിയായിക്കൊണ്ടുള്ള ഇങ്ങനത്തെ ഈ മുന്നണികൾ മുസ്ലിങ്ങൾ ഭരണചക്രത്തിൽ ആവേണ്ടതുണ്ടോ? എന്താണ് അതിൻ്റെ ഇസ്ലാമിക വിധി? ചരിത്രത്തിൽ ഉദ്ദേശിച്ചു. സുഹൃത്തുക്കളെ, മുസ്ലിങ്ങൾ ചരിത്രത്തിൽ ഒരുപാട് സമയം അനീതികൾ ഉണ്ടായതായി അദ്ദേഹം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് അനീതികൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓരോന്ന് എണ്ണമിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. അത് 992 ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മാത്രമല്ല, സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽക്ക്, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മുതൽക്ക് ഇങ്ങോട്ട് പോന്നാൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക്, മുസ്ലിം വ്യക്തികൾ എന്നുള്ള നിലക്കെല്ലാം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അനീതികളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബുൽ കലാം ആസാദ്, അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ വൈയക്തികമായ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും മുസ്ലിം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ജനാധിപത്യം എന്ന സാധനം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ജനങ്ങളുടെ ആധിപത്യമാണ്. ജനങ്ങളുടെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമാണ്. മുമ്പുണ്ടായിരുന്ന രാജാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവിന്റെ ആധിപത്യമാണ്. രാജാവ് ഭൂരിപക്ഷത്തിന്റെ പ്രതിനിധിയാണെങ്കിലും ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയാണെങ്കിലും ആരാണെങ്കിലും അയാളുടെ കീഴിലുള്ള രാജാവിന്റെ ആധിപത്യമാണ് രാജാധിപത്യം. അത് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം എടുത്തു. ജനാധിപത്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനത്തിന്റെ ആധിപത്യം എന്ന് പറയുമ്പോൾ ഓരോ ജനവുമല്ല ആധിപത്യത്തിലുള്ളത്, മറിച്ച് ഭൂരിപക്ഷം തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്, സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമാകുമ്പോൾ ന്യൂനപക്ഷത്തിന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മുടെ രാഷ്ട്രശില്പികൾ നേരത്തെ തന്നെ കാണുകയും ആ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമുണ്ട് എന്ന് ചിന്തിക്കുകയും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തിന്റെ സവിശേഷത. ഇന്ത്യയുടെ സവിശേഷത ഏതാണ്? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു എന്നും ആ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടി ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുമുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയെ സവിശേഷമാക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും വലിയ വിമർശകന്മാർ പോലും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ആ ഭരണഘടനയെ പോലെ ഒരു നല്ലൊരു ഭരണഘടന ഒരു മതനിരപേക്ഷ സമൂഹത്തിന്, ഒരു ജനാധിപത്യ സമൂഹത്തിന് നൽകാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഈ ഭരണഘടന ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവിന്റെ പണി. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? പോലീസാണ്. അല്ലെങ്കിൽ പിന്നെ ആ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ അതിന്റെ ജുഡീഷ്യറി കടന്നു വരുന്നു. ഭരണഘടനയെ വ്യാഖ്യാനിക്കുകയാണ് ജുഡീഷ്യറി ചെയ്യുന്നത്. പിന്നെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് ഭരണഘടന ഇംപ്ലിമെന്റ് ചെയ്യലാണ്, നടപ്പാക്കലാണ്. ആ ഭരണഘടനയെ യഥാരൂപത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അതനുസരിച്ച് രാജ്യത്തെ നയിക്കുകയാണ് ലെജിസ്ലേഷൻ ചെയ്യുന്നത്.
അതാണ് നമ്മളെ തെരഞ്ഞെടുപ്പും അതിൻ്റെ ആളുകളും വരണത് അവിടെയാണ്. ഇതെന്തായിരുന്നാലും ഇതിൻ്റെ എല്ലാം ഇതനുസരിച്ച് വരുമ്പോൾ ആരാ വരിക? ഭൂരിപക്ഷത്തിൻ്റെ ആളുകളാണ് കൂടുതൽ വരിക. സ്വാഭാവികമാണത്. അവരുടെ മാനസികാവസ്ഥകൾക്കനുസരിച്ച് സ്വാഭാവികമായും സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനകത്ത് തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ആളുകളുണ്ടായിരുന്നു, മൃദു ഹിന്ദുത്വമുള്ള നിലപാടുള്ള ആളുകളുണ്ടായിരുന്നു, ആസാദിനെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്നെ ദൈവം തന്നെ ഇല്ലാന്ന് വിശ്വസിച്ച ആളുകളുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു ജനാധിപത്യ രാഷ്ട്രഘടനയിൽ സ്വാഭാവികമാണ്. ജനാധിപത്യ രാഷ്ട്രഘടനയിൽ സ്വാഭാവികമായതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലും സ്വാഭാവികമാണ്. അവർ നേതൃത്വത്തിൽ വരുമ്പോൾ അതിനനുസരിച്ചുള്ള നടപടികളും സ്വാഭാവികമാണ്. ആ നടപടികളെ ശരിപ്പെടുത്താൻ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ ആയുധം പൊതുസമൂഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇന്ത്യന്റെ സവിശേഷത. അത് ഭരണഘടനയാണ്. ഇന്ത്യന്റെ സവിശേഷത അതാണ്. ഇവർ എങ്ങനെ പോയാലും അവരെ ശരിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ശക്തമായ ആയുധം നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ ലിബർഹാൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ജിനോസൈഡിനെ കുറിച്ച് പറഞ്ഞ എല്ലാം ശരി. അതിനുശേഷം എന്തൊക്കെ നടന്നു? അതിനുശേഷത്തെ നിയമകൂടങ്ങൾ എന്തൊക്കെ പറഞ്ഞു? അതിനുശേഷം ഇന്ത്യ രാജ്യത്തിന്റെ നിയമം ഉപയോഗിച്ച് ഇന്ത്യയുടെ പൊതുസമൂഹം എന്തൊക്കെ ചെയ്തു? നമ്മൾ ഒരു അനീതി പറയുമ്പോൾ ഒരുപാട് നീതികളെ കാണാതിരുന്നുകൂടല്ലോ. അത് തീർച്ചയായും ചെയ്യാറുണ്ടല്ലോ. തീർച്ചയായും അനീതികൾ ഉണ്ടായിട്ടുണ്ട്. ആ അനീതികൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ അനീതികളെ ശക്തമായി പിടിച്ച് ഭരണഘടനയുടെ മൂശയിലിട്ട് ചോദ്യം ചെയ്ത സംഭവങ്ങൾ ഇന്ത്യയിൽ ഒരുപാടുണ്ടായില്ലേ? എന്തുകൊണ്ടാണ് അതിന് കഴിയുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. ആ ഇന്ത്യയിൽ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ടാണ്, നമ്മുടെ ഭാഗതയുള്ളത് കൊണ്ടാണ്. ഇവിടെ പറഞ്ഞതുപോലെ തീവ്ര ഹിന്ദുത്വത്തിന്റെ നിലപാട് സ്വീകരിച്ചിരുന്ന ആളുകളായി പലരും നിലനിന്നിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെയാണ് ഏറ്റവും അധികം കാലം മൗലാന ആസാദ് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നിന്നത്. ആ മൗലാന ആസാദാണ് ഇന്ത്യ രാജ്യത്തിലെ ഇന്ത്യന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരേ ഒരു വിദ്യാഭ്യാസ മന്ത്രി. ഇന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, അതിനുശേഷം ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രി വിദ്യാഭ്യാസ ഏറ്റെടുക്കാതെ ഇന്ത്യ വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് ഉണ്ടായിട്ടില്ല ആസാദിന് ശേഷം. ഞാൻ പറയുന്നത് ആ മൗലാന ആസാദ് അതിൽ നിലനിന്നത് എന്തുകൊണ്ടാ? ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അവിടെ പ്രാതിനിധ്യം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിഹരിക്കാൻ കഴിയുക. ആ പ്രാതിനിധ്യത്തെ വലിച്ചെറിഞ്ഞാലോ, ഭരണഘടന നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാലോ, ആ ഭരണഘടനക്കെതിരെ യുദ്ധം ചെയ്താലോ, ആ ഭരണഘടനക്കെതിരെ സമരം ചെയ്താലോ എന്താ സംഭവിക്കുന്നത്? നാം നാട്ടുകാരല്ലാതായി മാറുകയാണ്. ആർക്കാണ് നമ്മൾ തീരെഴുതി കൊടുക്കുന്ന നാട്? ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൂർവ്വ പിതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന നാട്. ആരെങ്കിലും നമ്മളെ പേടിപ്പിക്കുമ്പോഴേക്ക് ഓടിപ്പോയി നമ്മളെ മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കണമോ എന്നാണ് ചരിത്രം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ഇന്ന് പല ആത്മഹത്യാ കക്ഷികളും പറയുന്നത് അതാണ് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത്. എന്താ സംഭവം? നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ചിലർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ വീട്ടിൽ വന്നിട്ട് പലരും ഭീഷണിപ്പെടുത്തി കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാണ് എനിക്ക് വീടും വേണ്ട ഞാൻ പോവാണ് എന്നിട്ട് പോയാൽ എന്താ കാര്യം? അയാൾക്ക് അവിടെ കയറി കിടക്കാം എന്നല്ല, വേറെ വരാൻ പോണില്ല. നമ്മുടെ വീടിന്റെ അവകാശമാണ്, നമ്മുടെ വീടാണത്. നമ്മുടെ വീടിന് തകരാറ് പറ്റുന്നത് നമുക്കാണ് പ്രയാസം ഉണ്ടാക്കുന്നത്. നമ്മുടെ വീടാണത്. നമ്മുടെ പൂർവ്വപിതാക്കൾ ഉണ്ടാക്കിയ വീട്, നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന വീട്, നമ്മുടെ പൂർവ്വപിതാക്കൾ ചോര കൊടുത്ത് അധ്വാനിച്ച് സമ്പത്ത് കൊടുത്ത് ത്യാഗങ്ങൾ സഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന വീട്. ആ വീടിനെ നശിപ്പിക്കാൻ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ല എന്തെങ്കിലും സംഭവങ്ങളുടെ പേരിൽ ചെയ്യേണ്ടത്. തീർച്ചയായും പ്രയാസങ്ങളുള്ള സംഭവങ്ങളുണ്ട്. അത് സ്വാഭാവികമായും ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലര് സൈസ് ആളുകൾ ഉണ്ടാകുമ്പോൾ മാറി വന്നതിനനുസരിച്ച് ഉണ്ടാകും. അപ്പൊ അതിനെയെല്ലാം നേർക്ക് നിർത്താൻ പറ്റുന്ന ശക്തമായ ഭരണഘടന എന്ന ആയുധമുള്ളിടത്തോളം കാലം ആ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് പ്രസക്തമാകുന്നത്. നേർക്ക് നേരെ നിലനിർത്താൻ അതുവഴി കഴിയുമെന്ന് തന്നെയാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പൊതുവെ മുസ്ലിങ്ങളുടെ ദേശസ്നേഹത്തിനെതിരായിട്ട് ഉന്നയിക്കാറുള്ള ഈ ഗോറിയുടെ ആക്രമണം, അതേപോലെ തന്നെ ഇന്ത്യ വിഭജനം, അതൊന്ന് ചുരുക്കി. ദേശസ്നേഹത്തിനെതിരെ ഉന്നയിക്കാറുള്ള ഗോറിയുടെ ആക്രമണവും ഇന്ത്യ വിഭജനവുമാണ്. അത് വിശദീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ
ഗോറിയുടേതാണെങ്കിലും ഗസ്നിയുടേതാണെങ്കിലും മുഹമ്മദ് ബിൻ ഖാസിമിൻ്റേതാണെങ്കിലും ഇവർ അടിസ്ഥാനപരമായി നേരത്തെ ഞാൻ സൂചിപ്പിച്ച എൻ്റെ പ്രഭാഷണത്തിൽ അവർ രാജാക്കന്മാരായിരുന്നു. ഒന്ന്, രാജാക്കന്മാർ എന്നുള്ള നിലക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മുഗളന്മാരെ മാത്രം എടുത്തു നോക്കുക, ആ മുഗളന്മാരിലുള്ള രാജാക്കന്മാരെ മാത്രം എടുത്തു നോക്കുക. പ്രബലരായ ആളുകൾ, പ്രബലരായ 6 പേരെ എടുത്താൽ ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള 6 പേരെടുത്ത് 6 ടൈപ്പാണ്. 6 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദീന്റെ വിഷയത്തിൽ അടക്കം 6 സമീപനങ്ങളാണ്. ചിലർ അവർ സുഖഭോഗികളാണ്, മറ്റു ചിലർ പിന്നെ ഭയങ്കര കാലന്റി സാഹിത്യത്തിന്റെ ആൾക്കാരാണ്, വേറെ ചിലർ ഭരണത്തിൽ വളരെ നിപുണന്മാരാണ്, മറ്റു ചിലർ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഇത് എല്ലാം ഇവരെ എല്ലാവരും മുസ്ലിങ്ങളാണ്, മുസ്ലിം പേരുള്ള ആളുകളാണ്. അവരുടെ എല്ലാ കാലഘട്ടത്തിലും നടന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് നമ്മൾ ന്യായീകരിക്കേണ്ട യാതൊരു ബാധ്യതയും നമുക്കില്ല. തീർച്ചയായും മൗര്യന്മാർക്ക് സംഭവിച്ചതുപോലെയുള്ളത്, ഗുപ്തന്മാർക്ക് സംഭവിച്ചതുപോലെയുള്ളത് മുസ്ലിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടാകണം. ചരിത്രത്തിൽ ആ ആക്രമണങ്ങളിൽ അത് ചിലപ്പോ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടാകണം, പീഡനങ്ങൾ നടന്നിട്ടുണ്ടാകണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകണം. ഇത് സ്വാഭാവികമാണ് രാജകീയമായ രാഷ്ട്രീയമായ സമരങ്ങളിൽ. മാത്രമല്ല, ഞാൻ എൻ്റെ സംസാരത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഡൽഹി ഭരണം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഡൽഹി ഭരണം അവസാനിക്കുന്നത് ഇബ്രാഹിം ലോധിയുമായി ആരാ യുദ്ധം ചെയ്യണത്? ബാബറാണ് യുദ്ധം ചെയ്യുന്നത്. ഇബ്രാഹിം ലോധി ആരാ? മുസ്ലിം. ബാബർ ആരാ? മുസ്ലിം. അപ്പൊ ഒരു ഭരണക്രമത്തെ മാറി മറ്റൊരു ഭരണക്രമം വരിക എന്നുള്ളതല്ലാതെ ഒരു ഇസ്ലാമുമായി, ഒരു മുസ്ലിം സമൂഹവുമായി കാര്യമായി അത്തരം യുദ്ധങ്ങൾക്ക് കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല. തീർച്ചയായും മുസ്ലിങ്ങളാണ് ഇത് ചെയ്തത്. അന്നത്തെ നമ്മൾ രാജാധിപത്യ ഭരണ സമ്പ്രദായത്തിലെ അഥവാ നമ്മളുടെ ആധുനിക കാലഘട്ടത്തിലെ ദേശരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾക്ക് രാജ്യത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ചുള്ള ധാരണ. അതനുസരിച്ച് നമ്മളെല്ലാം ചിന്തിക്കുക. ഇത് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ രാജ്യഭരണം നിലനിന്നിരുന്ന ഒരു സമയത്ത് അന്നത്തെ നൈതികതയുടെ അടിസ്ഥാനത്തിൽ നടന്നതാണ് ആ കാര്യങ്ങളെല്ലാം. അതിൽ മുസ്ലിങ്ങളുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ അടുത്ത് മാത്രമാണോ ഉണ്ടായത്? അല്ല. അത് ഇസ്ലാമുമായി കൂട്ടിക്കെട്ടരുത് എന്നാണ് നമുക്ക് ഒന്നാമത് പറയാനുള്ളത്. മുസ്ലിങ്ങളുടെ അടുത്ത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, എല്ലാ രാജാക്കന്മാരും അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനാണ് ഞാൻ ചരിത്രം പറഞ്ഞത്. ആര്യന്മാര് മുതൽക്ക് ഇങ്ങോട്ട് എടുത്താൽ ഹാരപ്പന്മാരുടെ കാലം കഴിഞ്ഞിട്ട് വരുന്ന ആര്യന്മാരും ദസ്യുക്കളും മുതലുള്ള സംഘടനകൾ ഇങ്ങനെ എടുത്താൽ അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇവിടെയും കാണുക. അവിടെ കുറെ നന്മയുള്ള ആളുകൾ ഉണ്ടായിരുന്നത് പോലെ ഇവിടെയും നന്മയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആ ഇവിടെയുള്ള നന്മകളുടെ ആളുകളുടെ നന്മകൾക്കുള്ള കാരണങ്ങളിലൊന്ന് അവരുടെ ഇസ്ലാമായിരുന്നു എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാകും ചരിത്രത്തിലൂടെ എടുത്ത് നോക്കിയാൽ മാത്രം. അവിടെ മുസ്ലിങ്ങളും ഇസ്ലാമിന്റെ രാഷ്ട്രസ്നേഹവും മുസ്ലിങ്ങളുടെ രാഷ്ട്രസ്നേഹവുമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇന്ത്യ വിഭജനം എന്നുള്ളത് ഒരു മുസ്ലിം പ്രതിഭാസപാട് എന്നൊരു ധാരണ ചരിത്രകാരന്മാരിൽ പലരും തെറ്റിദ്ധാരണ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായും മുസ്ലിങ്ങളുടെ വാദങ്ങൾ, മുസ്ലിം ലീഗിന്റെ വാദങ്ങൾ അതിന്റെ പിൽക്കാലഘട്ടത്തിൽ കാരണമായിട്ടില്ലേ? ഉണ്ട് എന്നത് സത്യമാണ്, ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ അതിന് ഒരുപാട് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വ്യത്യസ്ത ദേശീയതകളാണ് എന്ന് ബാധിച്ചത് മുസ്ലിങ്ങളല്ല, ഹിന്ദു ബുദ്ധിജീവികളാണ്. അരവിന്ദ് ഘോഷിനെ പോലെയുള്ള ഹിന്ദു ബുദ്ധിജീവികളാണ് ആദ്യമായി 2 ദേശീയതകളാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും വാദിച്ചത്. സാംസ്കാരിക ദേശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രസങ്കല്പം എന്നുള്ള വാദം 1925 RSS കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അത് പിന്നീട് വിശ്വഹിന്ദുക്കൾ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അപ്പോഴൊന്നും പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു വാദമില്ല, പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ഏർപ്പാടനല്ല. 1933 പാകിസ്ഥാൻ എന്ന ശബ്ദം പോലും ഉണ്ടാകുന്നത്. ആ ശബ്ദം ഒരാളുടെ തലച്ചോറിൽ നിന്നുണ്ടായൊരു ശബ്ദമാണ്. അതുണ്ടാകുന്നതിന് 1933. അതിന് 8 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു രാഷ്ട്രത്തെയും ഹിന്ദു സാംസ്കാരിക ദേശീയതയിൽ അധിഷ്ഠിതമാകണം ഈ സ്വതന്ത്ര ഭാരതം എന്നുള്ള തത്വവുമെല്ലാം പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രചരണത്തിന്റെ സ്വാഭാവികമായ ഫലമായി മുസ്ലിങ്ങൾക്ക് ഒരു മൊത്തത്തിലുള്ള ഇന്ത്യ രാജ്യത്ത് മുസ്ലിം രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയമായ വിഭജനം. അതില് എന്താണ്, മുസ്ലിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല.
അത് നമുക്ക് പറയാനുള്ളത്. അത് രാഷ്ട്രീയക്കാർ അന്നത്തെ രാഷ്ട്രീയമായ പ്രതിസന്ധി തീർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിഹാരം. ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പരിഹാരമായിരുന്നു അത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പരിഹാരമായിരുന്നു അത്. അത് ഭരണപരമായ നേതൃത്വത്തിന്റെ നേതൃപരമായ പങ്കുവെക്കലിന്റെ ഭാഗമായി കടന്നിട്ടുള്ള പരിഹാരമാണ്. അതല്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നുള്ളൊരു വിഭാഗത്തിന് വേണ്ടി ഉണ്ടായൊരു പരിഹാരമല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം എന്നുള്ളൊരു മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രസ്നേഹത്തെയോ ദേശസ്നേഹത്തെയോ ചോദ്യം ചെയ്യാൻ അവക്ക് പര്യാപ്തമല്ല. കാരണം ഇന്ത്യയിൽ സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഉള്ള വാദങ്ങൾ കൊണ്ടുവന്നത് മുസ്ലിങ്ങളല്ല എന്നുള്ളതാണ് വാദം. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക, ഒരു മുസ്ലിമാണെന്ന് വിചാരിക്കുക അതിന്റെ കാരണക്കാരൻ എങ്കിൽ ആ മുസ്ലിം അതിന് കാരണക്കാരനാവുക എന്നല്ലാതെ എല്ലാ മുസ്ലിങ്ങളും അതിന് ഉത്തരവാദികളാകുന്നത് എങ്ങനെ? ഞാൻ പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം ജനിച്ച ആളാ. പാകിസ്ഥാൻ ഉണ്ടാക്കിയതിന് എന്നെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഇന്ത്യ രാജ്യത്ത് ജനിച്ച വ്യക്തി. ഇന്ത്യയിൽ എൻ്റെ മാതാപിതാക്കളുടെ മകനായി ജനിച്ചയാൾ. എൻ്റെ മാതാപിതാക്കളുടെയും പൂർവ്വഗാമികളുടെ ഏതോ ഒരു സമയത്ത് ആരോ വാദിച്ചുകൊണ്ടൊരു പാകിസ്ഥാൻ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന എൻ്റെ ദേശീയതയെയും ദേശസ്നേഹത്തെയും ചോദ്യം ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ്, ബുദ്ധി എന്താണ്? ഒരടിത്തറയുമില്ല. അതാണ് നമുക്ക് പറയാനുള്ളത് അക്കാര്യത്തിൽ. ചോദ്യങ്ങൾ ചോദിക്കുന്ന സഹോദരങ്ങൾ ദയവായി പേരും സ്ഥലവും പറയണമെന്ന് കൂടി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സമീർ, സ്ഥലം കാളികാവ് ഉതിരമ്പൊയിൽ. രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ വാളെടുത്താൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനുമായി ഇന്ത്യക്ക് ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അതിൽ ഒരു മുസ്ലിമിൻ്റെ കടമ എന്താണ്? അതിൽ മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിയാണോ, അതല്ല രണ്ടുപേരും നരകത്തിലാണോ? അസ്സലാമു അലൈക്കും. പാകിസ്ഥാനായിട്ട് മുസ്ലിങ്ങൾ യുദ്ധം ഉണ്ടായാൽ അതിൽ മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇതിന് ഉത്തരം പറയേണ്ട ആൾ ഞാനല്ല. ഇത് അത്തരം സന്ദർഭത്തിൽ പണ്ഡിതന്മാർ ഇരുന്ന് സംസാരിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ആ മുസ്ലിമും തമ്മിൽ വാളെടുത്താൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. പക്ഷേ ഈ വചനം ഇന്ന് മാത്രമുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ മുതൽക്ക് ആരൊക്കെ സ്വർഗത്തിൽ നരകത്തിൽ നിന്ന് നമ്മൾ വേർതിരിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകും. എൻ്റെ സുഹൃത്ത് പറഞ്ഞ മാനദണ്ഡം ഉപയോഗിച്ച് നമ്മൾ ആളുകൾ അളന്നാൽ. കാരണം സ്വഹാബിമാരുടെ കാലഘട്ടത്തിൽ വരെ മുസ്ലിമും സഹാബിയും വാളെടുത്തിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, ആ വചനം സത്യമാണ്. തീർച്ചയായും മുസ്ലിങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രാഷ്ട്രീയ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് എങ്ങനെ? ഇതിന് ഇസ്ലാമികമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ ഒരു രാജ്യം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആനിൽ തന്നെ നിങ്ങളോട് സഖ്യത്തിലുള്ള ആളുകൾ, നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്ത മുസ്ലിങ്ങൾ എന്നെല്ലാമുള്ള പരാമർശമുണ്ട്. ഇതെല്ലാം തന്നെ പിൽക്കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം, മുസ്ലിം രാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം, ഇവിടെയെല്ലാമുള്ള മുസ്ലിങ്ങൾ പരസ്പരം സ്വീകരിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തിൽ വലിയൊരു ഫിഖ് ഉണ്ട്. ആ ഫിഖിന്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളാണത്. അത് ഒരു വാളെടുക്കലും കൊല്ലപ്പെടലും പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഒരു ഇസ്ലാമിക സമൂഹത്തിൽ രണ്ട് മുസ്ലിങ്ങൾ അനാവശ്യമായി നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ചാണ് എന്നാണ് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് KC അബ്ദുറഹ്മാൻ. ഞാൻ ഒരു കമൻറ്റും ഒരു ചെറിയൊരു അഭ്യർത്ഥന, ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത് ഒരു ചരിത്ര സെമിനാറായിട്ടാണ്. ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ചരിത്രം, 5000 വർഷം പഴക്കമുള്ള ഒരു ചരിത്രം ഇന്ത്യക്കാരായ ഞങ്ങൾക്ക്, ഇവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഒരു അനുഭവ സമ്പത്തായി. അതിൽ വളരെയധികം നന്ദിയുണ്ട്, അപ്രീഷിയേഷൻ. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇവിടുത്തെ തലക്കെട്ട് മുസ്ലിങ്ങളുടെ ദേശസ്നേഹം പ്രധാനമന്ത്രി പറഞ്ഞതാണ് ശരി. ആ അർത്ഥത്തിൽ ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം ഒരു പ്രധാനമന്ത്രിയും മറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതുവരെ. എല്ലാ പ്രധാനമന്ത്രിമാരും ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അഭിപ്രായം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഈ ചർച്ചയുടെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്, മോദി എന്ന വ്യക്തി ഗുരുജി ഗോൾവാൾക്കറിൻ്റെ ആദർശങ്ങൾ 50 വർഷക്കാലം തലയിലേറ്റി, ഇന്നും തലയിലേറ്റി നടക്കുന്ന ഒരു മനുഷ്യന് ഒരു മാസം മുമ്പ് പറഞ്ഞൊരു പ്രസ്താവനയുടെ പേരിൽ നമ്മൾ ഇത്രത്തോളം സന്തോഷിക്കാനുള്ള വകുപ്പുണ്ടോ?
അത് പ്രധാനമന്ത്രി എന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയേണ്ടതായി വന്നത്. അത് ഇന്ത്യൻ പിന്നെ അക്ബർ സാഹിബ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കൊണ്ട് പറയേണ്ടി വന്ന ഒരു കാര്യം പറഞ്ഞു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനൊരു പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഒരു ഏറ്റവും സില്ലി ആയിട്ടുള്ള ഉദാഹരണം, മുസ്ലിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മരിക്കാനും ജീവിക്കാനും തയ്യാറുള്ളവരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യക്കാരാണ് എന്ന് സമ്മതിക്കുകയാണ്. ആ ഇന്ത്യയിലുള്ള എല്ലാ പൗരൻ്റെ അവകാശങ്ങളും മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് പിന്നെ സമ്മതിക്കേണ്ട ഒരു പ്രധാനമന്ത്രിയുടെ ഭരണത്തിൽ നടക്കുന്ന മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചില ഭാഗത്ത് കിട്ടിയത് പോലും ഇല്ലാതാക്കുന്നത്. ഏറ്റവും അടുത്ത ഉദാഹരണം, മലപ്പുറത്ത് ഒരു പാസ്പോർട്ട് ഓഫീസോ അല്ലെങ്കിൽ ഒരു എയർ ഇന്ത്യ ഓഫീസോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഒരു ഇഫ്ലു യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ അതുപോലും തട്ടിമാറ്റുന്ന ഒരു ഭരണചക്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആള് ഈ പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് അത്ര ആവേശം കൊള്ളേണ്ടതുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ അക്ബർ സാഹിബിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു നയം വ്യക്തമാക്കുക. അദ്ദേഹം കാപട്യത്തോടു കൂടിയാണോ അത് സംസാരിച്ചത്, അല്ല അത് ആത്മാർത്ഥതയോട് കൂടിയാണോ എന്നുള്ള സംശയങ്ങൾ എല്ലാ ഭാഗത്തും ഇന്റർനാഷണലി അദ്ദേഹത്തിന് ഉണ്ടായ ഒരു 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 മോശം നികത്താൻ വേണ്ടി പറഞ്ഞതാണെന്ന സംശയങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ഭാഗത്താണ്? ആത്മാർത്ഥതയാണോ കാപട്യാണോ? അത് നിങ്ങളെ വിലയിരുത്തൽ കൊണ്ട് സമയമായിട്ടുണ്ടാവില്ല എങ്കിൽ പോലും ഇന്ന് ഈ ഒരു മാസത്തെ വിലയിരുത്തൽ കൊണ്ട് ഞാൻ പറഞ്ഞ ഈ ചെറിയ നിസ്സാര ഉദാഹരണങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ സാധിക്കും? പ്രധാനമന്ത്രി പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ എൻ്റെ വിലയിരുത്തലാണ് ചോദിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ നമ്മൾ ഇത്തരം ഒരു തലക്കെട്ട് എൻ്റെ ബഹുമാനായ ജ്യേഷ്ഠ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണത് പ്രസക്തമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് അരനൂറ്റാണ്ടിലേറെ കാലമായി. 947 മുതൽ ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇവിടെ വന്നു. അവരാരും ഇത് പറഞ്ഞപ്പോൾ നമ്മളത് ഒരു വിഷയമായി എടുത്തിട്ടില്ല. ഇയാൾ പറഞ്ഞപ്പോഴും പലപ്പോഴും ആരും വിഷയമായിട്ട് എടുത്തിട്ടില്ല. അത് കാപട്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞത്. മുസ്ലിം പൊതുസമൂഹം പൊതുവെ അത് കാപട്യമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്തത്. പക്ഷേ ഞാൻ പറയുന്നത് അത് കാപട്യമാണോ അല്ലേ എന്ന് അളക്കേണ്ട ബാധ്യത നമുക്കില്ല എന്നാണ്. മറിച്ച് നാം പറയുന്നത് അയാൾ കാപട്യമാകട്ടെ ശരിയാകട്ടെ എന്ത് പറയട്ടെ, ഒരു പ്രധാനമന്ത്രിക്ക് ഇത് പറയാതിരിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? അതിന് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിച്ചപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. 2 ലക്ഷം വർഷത്തെ ചരിത്ര പാരമ്പര്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ കുഞ്ചികസ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹമോ അതിനോടുള്ള കടപ്പാടോ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. നരേന്ദ്രമോദിയിലെ സംഘ പരിവാർ പ്രചാരകൻ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ പോയിന്റ്. സംഘപരിവാർ കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആശയം അത് ശരിയല്ല എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്. അയാളത് കാപട്യമായിരിക്കാം, അയാളുടെ ചെയ്തികൾ ചിലപ്പോൾ അത് പ്രകടമാകുന്നില്ലായിരിക്കാം, അതെല്ലാം വേറെ വിഷയം. പക്ഷേ ഏതൊരു ആദർശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണോ താൻ അധികാരത്തിലേക്ക് കയറിയത്, ആ ആദർശം ശരിയല്ല എന്ന് പറയാതെ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇത് ചെറിയൊരു കാര്യമല്ല. അത് നമുക്ക് നൽകുന്ന പ്രതീക്ഷ വലുതാണെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരമായി ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞത്. ഇന്ത്യ എന്തായിരുന്നാലും ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 2ാമത്തെ രാജ്യമാണ്. ആ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇന്ത്യ രാജ്യത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 2ാമത്തെ രാഷ്ട്രമാണ്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത്. ആ മുസ്ലിങ്ങളുള്ള ഇന്ത്യ ഇന്നത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ്. നമ്മൾ അംഗീകരിച്ചോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമല്ല. ഇന്ത്യയുടെ പാർലമെന്റിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ അമരത്തിരിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. അതൊരു സത്യം. ആ നരേന്ദ്രമോദി ഇതാ പറയുന്നു,
ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരാണ്, ഇന്ത്യയെ സ്നേഹിക്കുകയും അവർ ചെയ്യൂ, ഇന്ത്യക്ക് നാശം ഉണ്ടാക്കില്ല. ഇത് അദ്ദേഹം പറയുന്നത് 50 കൊല്ലക്കാലം അദ്ദേഹം പ്രചരിപ്പിച്ച തത്വശാസ്ത്രത്തിന് നേരെ എതിരാ. അതാണ് ഞാൻ പറയുന്നത്. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കേണ്ടതാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ ഈ ചരിത്രത്തെ മുഴുവനും തമസ്കരിച്ചുകൊണ്ടാണ് അവരുടെ തത്വശാസ്ത്ര പ്രചരണം തന്നെ ഉണ്ടായിട്ടുള്ളത്. ആ തത്വശാസ്ത്രത്തെ നിഷേധിക്കുന്നത് ചെറിയ ആളല്ല. 2008 തൻ്റെ ഗ്രന്ഥത്തിൽ താൻ ഏറ്റവും അധികം വിവേകാനന്ദൻ കഴിഞ്ഞാൽ ആദരിക്കുന്നത്, തന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് ഗുരുജി ഗോൾവാൾക്കറാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ കാൽ വെക്കുന്നത് മുതലാണ് ഇന്ത്യയുടെ ശാപകാലം ആരംഭിക്കുന്നതെന്നാണ്. അതൊരു ചെറിയ കാര്യമാണോ? ലോകത്തുള്ള മുസ്ലിങ്ങളിൽ 15 കോടി മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അതിന്റെ തുടർച്ചയായി ഇന്ത്യയുടെ പ്രസിഡന്റ് നിങ്ങൾക്കറിയാലോ, 13-ാം തീയതി കഴിഞ്ഞ 13-ാം തീയതി ഓസ്ലോയിൽ വെച്ച് പറഞ്ഞത് ചെറിയ കാര്യമാണോ? അത് ഭീകരവാദം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ, മുസ്ലിങ്ങൾ വളരെ ചെറിയൊരു ശതമാനമുള്ളൂ എന്നാണ്. നമ്മളെല്ലാം ഇത് പ്രസംഗിക്കാൻ വേണ്ടി ആയിരുന്നു പല സ്ഥലങ്ങളിലും സ്റ്റേജുകൾ കെട്ടിയതല്ലേ കുറെ കാലമായി. കാരണം ഇന്ത്യയിൽ മുഴുവൻ ഭീകരവാദികളോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദം എന്നത് ഒരു ബാഹ്യ പ്രതിഭാസമാണെന്നും അത് മുസ്ലിങ്ങളെ ഇരകളാക്കുന്നതിന് വേണ്ടി സാമ്രാജ്യത്വം സൃഷ്ടിക്കുന്നതും ഫാഷിസം വളർത്തിക്കൊണ്ടുവരുന്നതുമാണ് എന്നും ആ സാമ്രാജ്യത്വത്തിന്റെ ഇരകളായിത്തീരുന്ന 1-2 ആളുകൾ മാത്രമാണ് 15 കോടി മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് എല്ലാവരും പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി ഇന്ത്യയുടെ പ്രസിഡന്റ് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുകയാണ്. എന്ത്? ഇന്ത്യയിലെ ഭീകരവാദം എന്നതൊരു വിദേശ പ്രതിഭാസമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ 15 കോടിയിൽ അദ്ദേഹം അങ്ങനെ തന്നെ 150 മില്യൺ മുസ്ലിങ്ങളിൽ 1-2 എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് 1-2 ആളുകൾ മാത്രമാണ് അതിലുള്ളത്, ബാക്കി ആരും അതിലില്ല. ഇത് എങ്ങനെയാ ഉണ്ടായത്? ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ പ്രതിരോധം വഴി തന്നെയാണ്. മുസ്ലിങ്ങൾ മുഴുവനും ഭീകരവാദികളാണെന്ന് വരുത്തി തീർക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. മീഡിയ ശ്രമിച്ചത്, സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചത്, സാമ്രാജ്യത്വം ശ്രമിച്ചത്, ലോകം മുഴുവൻ ശ്രമിച്ചത്. പക്ഷെ ഔദ്യോഗികമായി ഇത് പറയേണ്ടി വന്നിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതാണ് ഇന്ത്യ രാജ്യം എന്നത്. അതാണ് അതിൻ്റെ ഉത്തരം. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വെച്ചുകൊണ്ട് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചരിത്രമാണ്. മുസ്ലിങ്ങളെ ഒഴിവാക്കി വെച്ചുകൊണ്ട് ഒരു ഇന്ത്യയെ സങ്കല്പിക്കാൻ കഴിയില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുമ്പോൾ നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നതിന്റെ ചുരുക്കം. ഇപ്പൊ നമ്മള് മനസ്സിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ നാടല്ല ഇന്ത്യ, മോഡിയാണ് ഏതായാലും ഭരിക്കുന്നത്, നമ്മൾക്ക് യാതൊരു ഇതുമില്ല ഇന്ത്യയിൽ, നമ്മൾ മുഴുവനും ശത്രുവായി കാണേണ്ട നാടാണ് ഇന്ത്യ എന്നെല്ലാം നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വികാരമല്ല ശരി. ആര് ഭരിക്കട്ടെ, നാട് നമ്മുടേതാണ്. ഇയാൾ ചിലപ്പോൾ ഇന്ന് പോകും നാളെ വരും, അല്ലെങ്കിൽ ഇന്ന് വരും നാളെ പോകും, പുതിയ ആളുകൾ വരും. പക്ഷേ നമ്മുടെ പൂർവ്വപിതാക്കൾ വളർത്തിക്കൊടുത്തു വന്ന നാടിനെ നശിപ്പിക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത് എന്നുള്ള സന്ദേശം ഇതിലുണ്ട്. അത് ഉയർത്തി പറയാനാണ് നമ്മൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. അതാണ് ഇതിന്റെ സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഹെഡിങ്ങിന്റെ പ്രസക്തി അതാണ്. പ്രധാനമന്ത്രി എന്നതിന് പറഞ്ഞ അതുകൊണ്ടാണ്. പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ അംഗീകരിക്കുന്നു. ആ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു സത്യം വിളിച്ചു പറയേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സെതിരാണെങ്കിലും പറഞ്ഞത് സത്യപാട് എന്ന് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അമീൻ ഷറഫുദ്ദീൻ, ഞാൻ കൊല്ലം നിവാസിയാണ്. എൻ്റെ ചോദ്യം, സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും വളരെ ആശങ്കാപൂർവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും സംഘപരിവാർ ശക്തികളുടെ അധികാര മേഖലകൾ വ്യാപിക്കുമ്പോൾ ഭാവിയിൽ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ഭാവി എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് വേണ്ടി പല സംസ്ഥാനങ്ങളിലും പാഠ്യപദ്ധതികൾ അവർ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ പല ഇസ്ലാമികമായ മുന്നേറ്റങ്ങളും അവർ മറച്ചു വെച്ചുകൊണ്ട് ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള പാഠ്യപദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു.
ഇത് അങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായ മുന്നേറ്റം അനിവാര്യമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. എന്തായിരിക്കും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ഭാവി? അവിടെ ഹൈന്ദവവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ മുന്നേറ്റം അനിവാര്യമില്ല എന്നാണ് ചോദ്യം. എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തമായി മാറുന്ന ഒരു നല്ല നാളെയാണ് വരാൻ പോകുന്നത് എന്ന്. അങ്ങനെയാണ് ചരിത്രം. കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് ഭയങ്കര സൗകര്യം ഉണ്ടാകുമ്പോൾ സുഖിയന്മാരായി മാറലാണ് പതിവ്. ആദർശ പ്രബോധനം ഇപ്പോൾ സ്റ്റേറ്റ്സിലല്ലോ, നമ്മളിങ്ങനെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആരോപണങ്ങൾ സഹിച്ചൊരു കാലം 2002 ഇവിടുത്തെ നമ്മുടെ ഇതുവഴിയാണ് സെപ്റ്റംബർ 11 ശേഷം ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ സിഖുകാരനെ വരെ പിടിച്ച് ശരിയാക്കിയ നാടാണ്, അറിയാലോ. അസാധു തൊപ്പി വെച്ച് താടി വെച്ചു എന്നുള്ള തെറ്റ് മാത്രം ഒപ്പം ചെയ്തിട്ടുള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടൊരു സമയം. പക്ഷേ നമ്മൾ അറിയുക, ഏറ്റവും അധികം ഇസ്ലാമിക പ്രബോധനം നടക്കുകയും ഇസ്ലാമിലേക്ക് ആളുകൾ മുമ്പെത്തിയതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത സമയം ഈ ഒരു കാലഘട്ടത്തിലാണ്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നപ്പോൾ ഇസ്ലാമിക പ്രബോധകന്മാരെല്ലാം ഒന്നും കൂടി ഇങ്ങോട്ട് സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് എന്താണ് ഇസ്ലാം എന്നാണ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമിക പ്രബോധകന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കാൻ സന്നദ്ധമാണെങ്കിൽ ഏത് പ്രതികൂല കാലാവസ്ഥയിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഇതിനേക്കാൾ എത്ര ഇസ്ലാമിനെ ഒന്നിച്ച് തകർക്കാൻ വേണ്ടിയാണ് താർത്താരികൾ വന്നത്, അല്ലേ? ഏറ്റവും ക്രൂരന്മാരായ, ചരിത്രത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികൾ താർത്താരികൾ പോയതെങ്ങനെ? മുസ്ലിങ്ങളായിട്ടാണ് തിരിച്ചു പോയത്. ഇസ്ലാമിനെ എതിർത്ത് ഇസ്ലാമിനെ തകർക്കാൻ കിടന്നു വന്ന ആളുകളെ അടക്കം മുസ്ലിങ്ങളാക്കി തിരിച്ചുവിട്ട ആദർശമാണ് ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം അത് തകർക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അതൊരിക്കലും നടക്കൂലത്. അള്ളാന്റെ ദീനായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പണിയെടുത്താൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളും മുസ്ലിം അല്ലെങ്കിലും ഇസ്ലാം പൂർണ്ണമായും പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിലും അവിടെ എങ്ങനെ ഇസ്ലാം പ്രബോധനം ചെയ്യണമെന്ന് റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ച ആളുകളാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഇനി ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യം നടക്കുക തന്നെ ചെയ്യും, നടക്കുക തന്നെ വേണം താനും. അതിനർത്ഥം അത് നടക്കാൻ ആവശ്യമായ നല്ല സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം എന്നല്ല. ഇന്ത്യയുടെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന ഇസ്ലാമിക പ്രബോധനത്തിനുള്ള പൂർണ്ണമായ സൗകര്യവും സ്വാതന്ത്ര്യവും നൽകുമെന്നതാണ്. ആ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഭരണഘടനയുടെ വെളിച്ചത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട പണി. തീർച്ചയായും സംഘപരിവാർ അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ അവരുടെ ചരിത്രത്തിലാണ് അവരുടെ കണ്ണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും പുരാതന കാലഘട്ടം എന്ന് പറയുന്നത് അഥവാ ക്രിസ്താബ്ദം 738 മുൻപുള്ള ഇന്ത്യ ഏറ്റവും നല്ല ഇന്ത്യ, 738 മുതൽ 1847 വരെയുള്ള ഇന്ത്യ ഏറ്റവും മോശം ഇന്ത്യ, അതിനുശേഷമുള്ള ഇന്ത്യ അത് ഈ മോശത്തിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യ. ഇതാണ് പൊതുവെ ചരിത്രം എന്ന് പറഞ്ഞാൽ. അത് ബ്രിട്ടീഷുകാരൻ എഴുതിയ ചരിത്രമാണ്. ഈ ഇന്ത്യ ചരിത്രത്തിലാണ് യഥാർത്ഥത്തിൽ സംഘപരിവാരത്തിന്റെ ശ്രദ്ധ. ആ ഇന്ത്യ ചരിത്രം പഠിപ്പിക്കപ്പെട്ടാൽ, ആ ഇന്ത്യ ചരിത്രം ബോധപൂർവമായി കുട്ടികളുടെ തലച്ചോറുകൾക്കകത്തേക്ക് എത്തിയാൽ ഹിന്ദു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വികാരം നമ്മുടെ എല്ലാ നന്മകളെയും തകർത്തവർ മുസ്ലിങ്ങളാണ് എന്ന വികാരമാണ്. അതുണ്ടാക്കാൻ ചരിത്രത്തെ ഉപയോഗപ്പെടുത്തുകയാണ് പാഠപുസ്തകങ്ങളിലൂടെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് ആ കാര്യത്തിൽ ഒരു ഭയപ്പാടില്ല ഈ കാലഘട്ടത്തിൽ, സത്യം പറഞ്ഞാൽ. എന്തുകൊണ്ടെന്നാൽ പാഠപുസ്തകം ചവറുകളായി മാറുന്ന ഒരു കാലത്തൂടെ നമ്മൾ കടന്നു പോകണം. ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പാഠപുസ്തകം ചവറുകളായി മാറുന്ന ഒരു കാലത്താണെന്ന് നമ്മൾ കടന്നു പോണത്.
പാഠപുസ്തകത്തിനേക്കാളും വലിയ ആയുധങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ നെറ്റിലൂടെയെല്ലാം കടന്നു വരുന്ന ഒരു കാലത്ത് പാഠപുസ്തകം ഉപയോഗിച്ച്, പണ്ടലാണെങ്കിൽ പാഠപുസ്തകം ഉപയോഗിച്ച് കുട്ടികളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താം എന്ന് സ്വപ്നെങ്കിലും കാണായിരുന്നു. ഇന്ന് അതിന് കഴിയില്ല. അതിനേക്കാൾ വലിയ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ആർക്കാ തടുക്കാൻ പറ്റുക? ലോകത്ത് ആശയപ്രചരണത്തെ തടുക്കുവാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധത്തിൽ ഇൻഫർമേഷൻ ഹൈവേ പലർന്ന് വികസിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഔറംഗസീബിനെ കുറിച്ച് 1000 കളവ് പറഞ്ഞോ, സത്യം തെളിവുകൾ സഹിതം ഔറംഗസീബിനെ കുറിച്ച് നിങ്ങൾക്ക് ലോകത്ത് അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവതരിപ്പിക്കാൻ കഴിയുമല്ലോ. ഇന്ന് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ലോകം അത് സ്വീകരിക്കും. നിങ്ങൾ പാഠപുസ്തകം മാത്രം നോക്കി ലോകം നിൽക്കില്ല. അവിടേക്ക് നമ്മൾ പോകണം. തീർച്ചയായും സുഹൃത്ത് പറഞ്ഞതുപോലെ മുസ്ലിം കക്ഷികൾ ഒരുമിച്ച് കയറുക, മുസ്ലിങ്ങൾ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുക, ഇതെല്ലാം തന്നെ ഒരുപാട് കാലമായുള്ള മുസ്ലിങ്ങളുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൽ തന്നെ ഭിന്നിപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായ ഏകകമായി മുസ്ലിങ്ങൾ നിൽക്കണമെന്ന ആശയത്തിന് ഇപ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത് മുമ്പേ ഉണ്ടായ ഒരു ആശയമാണ്. മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നിട്ട് രാഷ്ട്രീയ ഏകകമായി നിൽക്കണം എന്നൊരാശയം ഒരു തലത്തിൽ, അതല്ല മുസ്ലിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൽ ശക്തമായി നിൽക്കണമെന്ന ആശയം മറ്റൊരു തലത്തിൽ. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽക്ക് തന്നെ ഉണ്ടായ മുസ്ലിങ്ങളുടെ ആശയ ഭിന്നിപ്പാണ്. അത് പിന്നീട് ഒരുപാട് ഭിന്നിപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഒന്നിച്ചൊരുമിച്ച് നിൽക്കണം, അത് നന്മ ഉണ്ടാക്കണം രാഷ്ട്രീയമായി എന്നുള്ള വീക്ഷണം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം. തീർച്ചയായും അതിൽ ഗുണമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യാം. അതിൻ്റെ നന്മകളുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കുക എന്നൊന്നും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരു നിമിഷത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിനുവേണ്ടി നമ്മളൊരു പാർട്ടി ഉണ്ടാക്കിയ മൂന്നാമത്തെ ഒരു പാർട്ടി കൂടി ഉണ്ടാവുക എന്നുള്ളത് മാത്രം ഉണ്ടാവുക, അത് സാധാരണ ഉണ്ടാവുന്ന ഒരു കാര്യം. മുസ്ലിങ്ങളെ ഐക്യപ്പെടുത്താൻ വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സംഭവിക്കൽ എന്താ? ഇപ്പോൾ ഉള്ളതിനെ കൂടാതെ വേറൊരു പാർട്ടിയും കൂടി ഉണ്ടാവും എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, പാർട്ടികളെല്ലാം ഉണ്ടാകട്ടെ, അവയുടെ ഐഡിയോളജികളെല്ലാം നിലനിൽക്കട്ടെ, പക്ഷെ ആശയ സമരത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന രംഗങ്ങളിൽ ഒരുമിച്ച് നിൽക്കണം. അതേപോലെ തന്നെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് ജനാധിപത്യത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ശക്തി അത് ഇന്ത്യയുടെ ഭരണഘടനയാണ് എന്നും ഭരണഘടന ഉപയോഗിച്ചുള്ള സമരമാണ് ഇന്ത്യയുടെ സമരമെന്നും, ജനാധിപത്യത്തിന്റെ ടൂൾസ് ഉപയോഗിക്കാതെ ഇന്ത്യ രാജ്യത്തിൽ രാജ്യവുമായി സമരം ചെയ്തുകൊണ്ട് ഒരിക്കലും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്നുമുള്ള വസ്തു